പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് യേശുനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം ഒക്കെ കഴിഞ്ഞ് ക്രൈസ്തവ വിശ്വാസം പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമിൽ അതിക്രൂരമായ പീഡനങ്ങളും ഒടുവിൽ AD 312 വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുവിനെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരത്തിലൂടെ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അങ്ങനെ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് റോമൻ കത്തോലിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. സഹോദരങ്ങളെ, AD 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും അങ്ങനെ റോമിലുണ്ടായിരുന്ന സകല ജനങ്ങളും ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ക്രിസ്ത്യാനികളാവുകയും ചെയ്തു. അന്ന് ക്രിസ്ത്യാനിയായപ്പോൾ കള്ളുകുടിക്കുന്നവൻ കള്ളുകുടിക്കുന്ന ക്രിസ്ത്യാനിയായി, മോഷ്ടിക്കുന്ന ക്രിസ്ത്യാനിയായി, വ്യഭിചാരം ചെയ്ത് നടന്നവർ അങ്ങേയറ്റം മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനിയായി, ഇങ്ങനെ അവരുടെ തഴക്കദോഷങ്ങൾ ഉപേക്ഷിക്കാതെ ക്രിസ്തു ആരാണെന്നറിയാതെ വിശ്വസിക്കാതെ ക്രിസ്ത്യാനികൾ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരമായതുകൊണ്ട് അങ്ങേയറ്റം മോശപ്പെട്ട ജീവിതം നയിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ നമ്മളിലുള്ള തഴക്കദോഷങ്ങൾ, മ്ലേച്ഛതകൾ കണ്ടെത്തി അത് ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളും ക്രിസ്തുവിനെ രക്ഷകനായി കണ്ട് സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.